നമസ്കാരം. യുഎസ് മാർക്കറ്റുകളെല്ലാം വെള്ളിയാഴ്ച പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.7%, S&P 500 0.5%, നാസ്ഡാക്ക് 0.3% പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. സ്പേസ് എക്സിന്റെ IPO നൽകിയ ഒരു എനർജിയും അതുകൂടാതെ US ഇറാൻ പീസ് ഡീലിനെ സംബന്ധിച്ചുള്ള കൺഫർമേഷനാണ് അമേരിക്കൻ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാൻ സഹായിച്ചത്. ഏതാണ്ട് പീസ് ഡീൽ യാഥാർത്ഥ്യമായി എന്നതിലുള്ള വാർത്തയാണ് വന്നേക്കുന്നത്. മീഡിയേറ്റർ ആയിട്ടുള്ള പാകിസ്ഥാൻ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്, ഇറാൻ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജനീവയിൽ വെച്ച് ഒപ്പിടുമെന്ന് പറയുന്നു. 19-ാം തീയതി സ്വിറ്റ്സർലൻഡിൽ വെച്ച് സൈൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതുപോലെ തന്നെ വെടിനിർത്തൽ 60 ദിവസത്തേക്ക് നീട്ടും, ഹോർമൂസ് കടലിടുക്ക് തുറക്കും, ആണവ പദ്ധതികൾ ചർച്ച തുടരും എന്നീ തരത്തിലുള്ള ഒത്തുതീർപ്പാണ് ഉണ്ടായിരിക്കുന്നത്. ഹോർമൂസ് വഴി എല്ലാ വാണിജ്യ കപ്പലുകൾക്കും ടോൾ ഇല്ലാതെ പോകാൻ ഇറാൻ അനുമതി നൽകും. നാവികസേനയുടെ നേവൽ ബ്ലോക്കേഡ് എടുത്ത് മാറ്റും. അത് അന്തിമ കരാറിൽ എത്തുന്നതിന് മുമ്പ് ഇറാന്റെ മേൽ US-ന്റെ ഒരു തരത്തിലുള്ള വിലക്കുകളും ഉണ്ടാവില്ല. എണ്ണ വിൽക്കാനുള്ള അനുമതി നൽകും. അതുപോലെ തന്നെ ഇറാന്റെ ആസ്തി ഏതാണ്ട് $2,500 വിട്ടുകൊടുക്കും എന്ന തരത്തിലുള്ള ഒത്തുതീർപ്പ് ഫോർമുലയാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ മാർക്കറ്റിനെ സംബന്ധിച്ച് എല്ലാവരും പ്രതീക്ഷിച്ച പോലത്തെ ഒരു ദിവസമായിരുന്നു വെള്ളിയാഴ്ച. അതുപോലെ തന്നെ ഇന്നും ഒരുപക്ഷ മാർക്കറ്റ് നല്ല രീതിയിൽ ഓപ്പൺ ആവാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 23,960, 24,000 ലെവൽ ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. ഏകദേശം ആ ലെവലിൽ നിന്ന് ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ക്യാപിറ്റലുള്ളവർ ആ ലെവലുകളിൽ യുദ്ധം തീർന്നെന്ന് പറഞ്ഞ് ചാടിക്കയറി പൊസിഷൻ എടുക്കാതിരിക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഷോർട്ട് പൊസിഷനാണ് ഇപ്പോഴും ഉള്ളതെന്ന് ഓർക്കുക. ഏതാണ്ട് 87% ഷോർട്ട് പൊസിഷനാണ് ഇപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് ഒന്ന് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് മാത്രം ഫർദർ പൊസിഷൻ എടുക്കുക, ചാടിക്കയറി എടുക്കാതിരിക്കുക. കാരണം സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലാണ്, സൈക്കോളജിക്കൽ ലെവലും ചാർട്ട് ലെവലും ഒക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ഏരിയയിലാണ് ഒരുപക്ഷെ മാർക്കറ്റ് ഓപ്പൺ ആവാൻ സാധ്യത ഉണ്ടാകുക. ഒന്ന് ശ്രദ്ധിക്കണം എന്ന് നേരത്തെ ഒന്ന് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഇനി ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ വരുന്ന ഡേറ്റാസ് എല്ലാം പോസിറ്റീവാണ്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗ്ലോബൽ റാലിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. കാരണം നമുക്ക് റിലേറ്റഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ സ്റ്റോക്കുകൾ അധികം കമ്പനി ഇല്ലാത്തതുകൊണ്ട് അത് ഏതാണ്ട് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ 68,000 കോടി രൂപയാണ് ഈ കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്ന് വിറ്റ് പോയത്. അതുപോലെ തന്നെ ഈ കുറെ വർഷങ്ങളായിട്ട് ഏതാണ്ട് 8 ലക്ഷത്തോളം കോടി രൂപയാണ് അവർ ബുക്ക് ചെയ്ത് മാറിയത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർക്കുക. ഒരുപക്ഷെ നല്ല രീതിയിലുള്ള ഏണിങ്സും ഒക്കെ ഉണ്ടായാലേ ഇനി ഇവര് തിരിച്ച് വരികയുള്ളൂ. അപ്പോൾ മറ്റൊന്ന്, ഈ പീസ് ഡീലിന് ഇടയ്ക്ക് പോലും ഇസ്രായേൽ ലെബനോണിൽ ആക്രമണം നടത്തി എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ ഇതിനോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കും എന്ന് അറിയില്ല. പൊതുവെ പോസിറ്റീവ് സെന്റിമെന്റ്സ് ആണ് മാർക്കറ്റിലുള്ളത്. ഇന്ന് വരായിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റ ഇന്ത്യയുടെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഡേറ്റ 12 മണിക്ക് വരും. അതുപോലെ യൂറോപ്പിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റ, US-ന്റെ ന്യൂയോർക്ക് സ്റ്റേറ്റ് മാനുഫാക്ചറിംഗ് ഇൻഡെക്സിന്റെ ഡേറ്റ, US-ന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്തരം ഡേറ്റകളാണ് ഇന്ന് വരാനുള്ളത്. അപ്പോൾ മാർക്കറ്റിന്റെ അനുസരിച്ച് നിൽക്കുക. പുതിയ പൊസിഷൻ എടുക്കാത്തവർ 15 മിനിറ്റ് അല്ല 1 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം പുതിയ പൊസിഷൻ എടുക്കുന്നത് ആലോചിക്കുക. മാർക്കറ്റിനെ സംബന്ധിച്ചെല്ലാം ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് 4% താഴ്ന്നിട്ടുണ്ട്. ഏതാണ്ട് 81-83 ലെവലുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യയുടെ ഫോറിൻ റിസർവ് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയുണ്ട്. 711 മില്യൺ ഡോളറിൽ നിന്ന് $681 മില്യൺ താഴേക്ക് വന്നേക്കുന്നത്. അതിലും AI ബബിളിനെ പറ്റിയിട്ട് ഇന്ത്യന്റെ എക്കണോമിക് അഡ്വൈസറും ക്രിസ് വുഡ് എന്ന് പറഞ്ഞ മാർക്കറ്റ് എക്സ്പെർട്ടും ഒക്കെ ഒരു ബബിൾ ഉണ്ടെന്നുള്ള തരത്തിൽ വാൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും യുദ്ധം നിർത്തി എന്നുള്ള ന്യൂസ് തന്നെയാണ്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിക്കുന്നു. താങ്ക് യു.